അല്ല ഇതന്നെയല്ലേ ഇപ്പൊ കട സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കണ്ടല്ലോ. രാവിലെ കടി വന്ന ആളല്ലേ? അതൊക്കെ അവിടെ ഉണ്ട്. ഇറങ്ങ അവിടെ സാധനങ്ങളൊക്കെ ഇവിടെ, ചെമ്പ് പാത്രമൊക്കെ ഇവിടെ. ആ ചെമ്പ് ഇതൊക്കെ ഇതിനുള്ളിലുണ്ട്. കാണ്ടീനൊക്കെ പിന്നെ കസാലി ഇതൊക്കെ അതിലുള്ളത്. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇപ്പൊ എത്ര സാധനം അല്ല. ഇതിൽ ചെമ്പ്, അതിന്റെ ബാക്കിൽ കുറച്ച് ചെമ്പുണ്ടല്ലേ പനക്കാരുണ്ടല്ലേ. എനിക്ക് ഇന്നൊക്കെ മാന്യമായ റേറ്റ് തരണം. ഇൻഷാ അല്ലാഹ് നോക്കുക, അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ. കൊടുക്കുന്ന അവസ്ഥ എന്താണെന്നുള്ള എനിക്കറിയില്ല പറഞ്ഞല്ലോ. പിന്നെ തുലാസ് കൊടുത്തിട്ടില്ല, ഒരുപാട് കടി കടിച്ച 2 ട്രിപ്പെങ്കിലും അടിച്ചേണ്ടി വരും, 2 3 അടിച്ചേണ്ടി വരും. ഇത് കസാലി ഇതൊക്കെ ഉണ്ട്. ടാർപ്പായി എടുക്ക പകുതി കായ കിട്ടുള്ളൂ. എന്തെങ്കിലും എന്താ ഓട്ടൊക്കെ ഉണ്ടാവും പഴയതാവുമ്പോൾ നല്ലതാണ്. ആയിക്കോട്ടെ, അവിടുന്ന് തൂക്കാം. നിങ്ങളെ ചെക്കനോട് ആ കസാല എടുത്തേക്കാൻ പറയാം. എടാ ഞാൻ വണ്ടി കയറ്റി തുടങ്ങിക്കോ. ഒരു 3 4 ട്രിപ്പ് അടിച്ചേണ്ടി വരും. മറ്റേതൊക്കെ കയറ്റാനുള്ളതാണ്, കുറെ സാധനം കയറ്റാണ്ടേ. ഞാൻ കാണിച്ചു തരാം. ആദ്യം ആണ് കയറ്റിക്കളാം. എന്താ സ്ക്രാക്ക് ഇത് ആക്രിക്കാർക്ക് കൊടുക്കുന്നത്? എനിക്ക് അറിയണ്ടല്ലോ റഷീദേ. 5-8 മാസം കഴിഞ്ഞാൽ അതിന്റെ വാടക കൊടുത്തിട്ട് അയാൾ എന്നെ ഇറക്കി വിട്ടിട്ടില്ലാന്നുള്ളൂ. പിന്നെ ഇതെല്ലാം കൂടി കെട്ടിപ്പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യമൊക്കെ പറയാൻ ഞങ്ങൾക്ക് കല്യാണം പരിപാടികളൊക്കെ കിട്ടി. പിന്നെ കല്യാണം ഏതായാലും ഞങ്ങളെ കൈത്തന്ന് പോയി. പിന്നെ മുട്ടായി കൊടുക്കല്, മറ്റുള്ള ഈ കുട്ടിനെ കാണല്, ഇങ്ങനത്തെ പരിപാടിയൊക്കെ കിട്ടീന്. അപ്പൊ അതുമില്ല. ഇപ്പൊ എല്ലാ പരിപാടിയും ഓഡിറ്റോറിയത്തിലായി. ഇപ്പൊ ഞങ്ങൾക്ക് കാര്യമായിട്ട് കിട്ടുന്ന എന്താ പറയുക, ഒരു മരിച്ചാല് ആരെങ്കിലും വിളിച്ചറിയും, അതിനൊരു പന്തലിടാനും കുറച്ച് കസാല എത്താൻ. അതാണെങ്കിൽ ഞങ്ങൾ പൈസ വാങ്ങുന്നില്ല. അപ്പൊ ഞമ്മക്ക് കാര്യമായിട്ട് എന്താ കിട്ടുന്ന, തലേന്ന് ഒരു ബായി വലിച്ചിട്ടാനോ ഇതിനോ. ഈ പണിക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് എത്രയായി? അപ്പൊ ഞാൻ ഇത് കിട്ടുന്ന കായ്ക്ക് കൊടുത്തുകാണ്ട് ആ പൈസ മുതലായി കൊടുത്തുകാണ്ട് ഇതിന്റെ തടി കഴിച്ചില്ലാക്കില്ല. ആ ചെക്കന്മാർക്കും കുറെ പൈസ കൊടുക്കാണ്ട്. ഞാനാണെങ്കിൽ വേറെ പണിയൊന്നും പഠിച്ചിട്ടില്ല, നീ എന്താ കാട്ടുന്നൊരു കൊടുത്തില്ല. പിന്നെ ഇപ്പൊ ആൾക്കാരെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആൾക്കാർ ഈ ലക്ഷക്കണക്കിന് ഇപ്പം മുടക്കിക്കാണ്ട് പെരിയും കൂടിയും മിറ്റൊന്നും കേടെടുത്തേണ്ട വെച്ചിട്ട് ഇപ്പൊ എല്ലാ പരിപാടിയും ഓഡിറ്റോറിയത്തിൽ ആക്കി. ഇപ്പൊ ഓഡിറ്റോറിയത്തിൽ ആൾക്കാരും പറഞ്ഞ കാര്യമില്ല. ഓലും ഇപ്പൊ ലക്ഷക്കണക്കിന് ഇപ്പൊ മുടക്കിക്കാണ്ടാണുള്ളത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓലും ജനങ്ങളെ ലാഭം നോക്കിക്കാണ്ടാണ് പോണ്. എന്താ ചെയ്യാ? പക്ഷെ ഒന്നുമില്ലടാ, ഞങ്ങൾക്ക് വല്ല മുട്ടായി എടുക്കലോ ഒരു കുട്ടിനെ കാണണം അങ്ങനത്തെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഞങ്ങളെ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിച്ചു പോവേന്. അതുമില്ല. എന്താ ചെയ്യാ? അതുകൊണ്ടാണേ ഇത് അതാണ് കിട്ടുന്ന കായ്ക്ക് കൊടുത്തു ഒഴിവാക്കി. ഇനിയിപ്പോ ഇങ്ങനെ തന്നെ കാര്യം. ഇനിയിപ്പോ പന്തൽ പണിക്കാരും പന്തലേരൊന്നും ഉണ്ടാവില്ല. ഇനി ഇങ്ങനാണ്ട് ഇതാവും. ഇനി ഏതായാലും കിട്ടുന്ന കായ്ക്കാണ് കൊടുത്തു ഒഴിവാക്കി. കടം വീട്ടി സമാധാനത്തിനെങ്കിലും ഇരിക്കാല. എന്തെങ്കിലും പണിക്ക് വേറെ പോവാ വിചാരിച്ചിട്ടാണ്.